അതാകുമ്പോ അവിടുന്ന് ഒറ്റ ഇത് പറഞ്ഞാൽ മതി, എല്ലാരും കയറി. ഇവിടുന്ന് 5 പേര് കോറസായിട്ടാ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞപ്പോ ഫുൾ ഏത് മൂഡ്? ഓണം മൂഡ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും വൈറലാവും, പാട്ടിന് ഇത്ര ഹൈപ്പ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത്. അതായത് പാട്ട് ഇറങ്ങി ഞങ്ങൾ റിഹേഴ്സൽ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ റംസാൻ ആണല്ലോ ഇതിന്റെ കൊറിയോഗ്രാഫി ഇല്ല. അപ്പൊ ആള് ആദ്യമായിട്ട് അന്നാണ് ഞാൻ ആ പാട്ട് കേൾക്കുന്നത്. അപ്പൊ ഞാനും ഗൗരി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു റംസാൻ. നിങ്ങൾക്ക് തോന്നി ഫസ്റ്റ് കേട്ടപ്പോൾ തോന്നിയില്ലേ ഇത് അടിക്കും, ഇത് എന്താണെങ്കിലും കേറുന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഏത് മൂഡ് എന്ന് ചോദിക്കുന്നത് വളരെ കാഷ്വൽ ആയിട്ടുള്ള ഇതാണല്ലോ, കാച്ചി ആയിട്ടുള്ള ഇതാണല്ലോ, അതുകൊണ്ട് ഹുക്ക് ആയിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ഇതിന്റെ ലിറിക്സ് റൈറ്റർ വിനായക് ശശികുമാരും റംസാനും ഒന്നിച്ചിട്ടുള്ള ബാക്കി എല്ലാ പാട്ടുകളും വമ്പൻ ഹിറ്റാണ്. ആദരാഞ്ജലി കൊറിയോഗ്രാഫീസ് ഒക്കെ ഭയങ്കര ഹിറ്റാണ്. ഇനിയിപ്പോ ഏത് മൂഡും ഹിറ്റായി. ഇനിയിപ്പോ അടുത്ത പടത്തിൽ. ഓക്കെ, അപ്പം സാഹസം എന്നാണ് നമ്മുടെ മൂവിയുടെ പേര്. മൊത്തം സാഹസം നിറഞ്ഞ പരിപാടികളാണോ? എല്ലാം ഇങ്ങനെ സംസാരിക്കും. സാഹസം ഇൻസ്റ്റഗ്രാം തുറന്നാൽ എനിക്ക് ഇങ്ങനെ വെക്കാം. അപ്പം എന്താണ് എന്താണ് ഇപ്പൊ പടത്തിന്റെ അപ്പം എന്താണ് പടം? പടത്തിന്റെ പേര് പോലെ തന്നെ സാഹസമാണ് പരിപാടി. പെട്ടെന്ന് സാഹസം എന്ന് ചിലപ്പോൾ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പരിപാടി മാത്രമാണെന്ന് ചിന്തിക്കും. പക്ഷെ അല്ല, എല്ലാവർക്കും അവരവരുടെ ലൈഫിൽ നടക്കുന്ന സാഹസങ്ങളാണ് സിനിമയിൽ പോർട്രേ ചെയ്യുന്നത്. അതിന്റെ അവസാനം ഒരു വലിയ സാഹസത്തിലെത്തുന്നു. ആ സാഹസം നമ്മൾ സോർട്ട് ചെയ്യുന്നു. ഏറ്റവും വലിയ കോമഡി എന്താന്ന് പറയുന്നത്, ഈ പടത്തില് ഏറ്റവും അവസാനം ജോയിൻ ചെയ്ത ആളാണ് റംസാൻ. അതിന് തൊട്ട് മുമ്പ് ജോയിൻ ചെയ്ത ആള് ഞാൻ. കഴിഞ്ഞ പടം 21 ഗ്രാംസ് തൊട്ട് ഈ പടത്തിലുള്ള ആളാണ്. ഞാൻ അതിന്റെ പടത്തിന്റെ മെയിൻ ആണെന്നുള്ള നിലയ്ക്ക് അല്ലേ നമ്മൾ ആ സ്പേസ് കൊടുക്കണം. ഇല്ലെങ്കിൽ പറയും വന്നപ്പോ തന്നെ നമ്മൾ ഓവർടേക്ക് ചെയ്തെന്ന് പറയും. എല്ലാ ഈ പറഞ്ഞ പോലെ എല്ലാം പ്രണയം ഒരു സാഹസമാണോ എന്ന് ചോദിച്ചാൽ അതിലൊരു സാഹസമുണ്ട്. പിന്നെ കൂട്ടുകാരുടെ ലൈഫിൽ നടക്കുന്ന തമാശകളൊരു സാഹസമാണെന്ന് വെച്ചാൽ അതിലുണ്ടൊരു സാഹസം. അവരുടെ യാത്രയിൽ ഉണ്ടൊരു സാഹസം. എല്ലാ ആ ഓരോരോ കാര്യങ്ങളിലും ഉള്ള സാഹസമാണ് മൊത്തത്തിൽ സാഹസം. എന്തെങ്കിലും മനസ്സിലായോ? വെരി ഗുഡ്. 7 പാട്ടുകളുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവരുടെ പ്രണയം ഡീൽ ചെയ്യുന്നുണ്ട്, നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അല്ല, ഈ ഒരു മൂവി നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്പെഷ്യൽ ആവാനുള്ള ഒരു കാരണം ഉണ്ടാവും. ചേച്ചിക്ക് എങ്ങനെയാണ് ഈ മൂവി സ്പെഷ്യൽ ആവാനൊരു കാരണം എന്തായിരിക്കും? ഡബിങ് ആയിരിക്കും. അയ്യോ, അത് പറഞ്ഞോട്ടെ. വേറെ കൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിത് സ്പെഷ്യൽ ആവാൻ കാരണം എന്താ വെച്ചാല് ഞാന് ഇപ്പം മുന്നേ 2-3 സിനിമകൾ ചെയ്തിട്ടുള്ളൂ. അതിൽ ഞാൻ വളരെ ചെറിയ ചെറിയ ഇങ്ങനെ വന്നു പോയി അങ്ങനെയൊക്കെയായിരുന്നു. ഇതിൽ കുറച്ചും കൂടി ഉണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ സ്പേസ് ഉണ്ടാവുമ്പോൾ സന്തോഷമാണല്ലോ. പിന്നെ വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ എന്നെ ബിബിനേട്ടൻ, നമ്മൾ ഡയറക്ടർ എന്നെ ഒരു ദിവസം വിളിച്ചു. എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ബിബിനേട്ടനെ 21 ഗ്രാംസ് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് മിർച്ചിയിലായിരുന്നു, റേഡിയോയിൽ ആർജായിരുന്നു. അപ്പൊ അന്ന് അവിടുത്തെ ഷോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബന്ധത്തിലെ മൂപ്പർ എന്നെ വിളിക്കുന്നത്. അപ്പൊ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ ഞാൻ ആക്ച്വലി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ കേട്ടിരിക്കുക. കാരണം നമ്മൾ ഒരുപാട് ഓഡീഷൻസിന് പോകുന്നുണ്ട്, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ഒരുപാട് പേരടുത്ത് അങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും അങ്ങനെ അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ ഞാനും ഇതേപോലെ തന്നെ വെറുതെ ഉണ്ടെന്ന് പറയുന്നതായിരിക്കാം. അപ്പം ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ല. പക്ഷെ കിട്ടിയടാ അതാണെങ്കിൽ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. ഒരു മാസം 2-3 മാസം ഞാൻ അവിടെ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ആയിരുന്നു. അപ്പൊ ഞാൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞാണ് എന്റെ അടുത്ത് പിന്നെ കൺഫേം ചെയ്തു. അപ്പൊ പെട്ടു. കാരണം കാനഡ പോകാനായിരുന്നു എന്റെ പ്ലാനിങ്. അവിടെയാണല്ലോ അവരൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ ഒരു വെക്കേഷന് പോകാന്ന് വിചാരിച്ചായിരുന്നു. ടിക്കറ്റ് എടുത്തു വെറും 13 ദിവസത്തേക്ക് ഞാൻ പോയിട്ട് വന്നു. എന്നിട്ട് അപ്പം എനിക്ക് ആക്ച്വലി എന്താ പറയാ അങ്ങനെ ഒരു നല്ല സിനിമ കിട്ടി. പിന്നെ സിനിമയിൽ വന്നിട്ടാണെങ്കിലും തന്നെ ഇവരുടെയൊക്കെ കൂടെയുള്ള ഒരു യാത്ര ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ എന്താടി ഇങ്ങനെ സ്പേസ് എന്തിനൊക്കെ തന്നെ
വഴക്കുണ്ടാക്കുന്ന സ്പേസ് ആണ്. നിങ്ങൾ കൊച്ചു സംസാരിക്കും. ഇനി ഗൗരി വർഷ സംസാരിക്കട്ടെ എന്ന് ഞാൻ അതെനിക്ക് പറയാനുള്ളത്. അല്ല പറഞ്ഞു എങ്ങനെയാണ് ഈ ഒരു മൂവി സ്പെഷ്യൽ ആവാൻ കാരണം എന്താ? അല്ല എപ്പോഴും നമുക്കൊരു നല്ല മൂവിയുടെ ഭാഗമാകുമ്പം അത് ഓട്ടോമാറ്റിക്കലി സ്പെഷ്യൽ ആവും. അപ്പൊ സാഹസത്തിന്റെ കഥ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അത് ഞാൻ ഫോണിൽ കൂടെയാ കേട്ടത്. വിപിൻ പറഞ്ഞു കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കണം അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഞാൻ ശ്രദ്ധിച്ച് കേട്ടിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താന്ന് പറയട്ടെ, ഇതില് കുറെ ട്രാക്സ് ഉണ്ട്. എന്നുവെച്ചാൽ പാരലലി നടക്കുന്ന ലൂഡോ എന്ന് പറഞ്ഞൊരു ഹിന്ദി മൂവിയുടെ റെഫറൻസ് എന്നോട് പറഞ്ഞു. ഞാൻ ലൂഡോ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ ഇറ്റ്സ് ക്രേസി, ലൈക്ക് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. പിന്നെ മെയിൻ ആയിട്ട് എന്റെ ട്രാക്ക് എന്ന് പറയുമ്പോൾ ഇതില് റംസാനും എന്റെയും ഒരു റൊമാൻറ്റിക് ട്രാക്കാണ്. അതില് എന്റെ ഒരു 100% അങ്ങോട്ടേക്ക് പോയി ഫോക്കസ്. ബിക്കോസ് സംടൈംസ് നമുക്ക് എല്ലാം എന്താ പറയാ, ഒരു ആസ് എ മൂവി കഥ കൺവിൻസിങ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് ചെയ്ത് വരുമ്പോ പിന്നെയും കൺഫ്യൂസ് ആവും ഓരോ സീക്വൻസ്. അതപ്പോ എന്റെ ഇപ്പോഴും ഇവരെന്നെ കളിയാക്കും, ഗൗരിക്ക് ഇപ്പോഴും കഥ അറിഞ്ഞുവിടാണ്. എന്റെ ഇവരെല്ലാരും മൊത്തത്തിൽ കഥ എനിക്ക് ഇഷ്ടമായി എന്നൊരു ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടപ്പോ. പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നേക്കാളും നമ്മുടെ പരിപാടിയിൽ ഫോക്കസ് ചെയ്ത് എനിക്ക് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഇൻവോൾവ് ആയിട്ട് ചെയ്യുക. ബാക്കി ട്രസ്റ്റ് ദ പ്രോസസ് എന്നുള്ളൊരു, ബിക്കോസ് വി ഓൾ ഇതിലെ കാസ്റ്റ് വളരെ ടാലന്റഡ് ആയിട്ടുള്ളൊരു ബഞ്ച് ഓഫ് പീപ്പിൾ ആണ്. പിന്നെ നല്ല ടെക്നിക്കൽ ക്രൂ ആയിരുന്നു. ക്യാമറ, മ്യൂസിക് അടിപൊളി. ഇപ്പൊ ഓണമോടും ഞങ്ങളുടെ സെക്കൻഡ് സോങ് സന്തത സഖിയും ഭയങ്കര ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോ ടെക്നിക്കലി ഒരു ഡൗട്ടും ഇല്ലായിരുന്നു. വിഷ്വലി സൂപ്പർബ് ആയിരിക്കും. തിയേറ്റർ വാച്ചിന് എനിക്ക് കഥ കേട്ടപ്പോ തന്നെ എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റി. അപ്പൊ പിന്നെ കൂടുതൽ നമ്മൾ ഈ നുവാൻസസിലോട്ട് അങ്ങനെ ചോദിക്കണ്ട, നല്ലൊരു പടമായിരിക്കും, നമുക്ക് കൂടെ നിക്കാം, അങ്ങനത്തെ ഒരു പെർസ്പെക്ടീവില് ഞാൻ സൈൻ ചെയ്തൊരു പ്രോജക്റ്റ്. ഓക്കെ റംസാൻ, ഇതിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് ജീവൻ എന്നാണ്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഈ പടത്തിലേക്ക് വേറെ പല കാരണങ്ങളുണ്ട് റംസാൻ സ്പെഷ്യൽ ആവാൻ. പക്ഷെ അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? അതെന്താ? എനിക്കറിയില്ല. പാട്ടില് ഫിലിം പ്രൊഡക്ഷൻ കാണിക്കണുണ്ടോ? ആ പടത്തിലുണ്ടാവില്ല അത്. എന്ത് അത് പിടിക്കില്ല, അതൊക്കെ പോകട്ടെ. ക്യാരക്ടറിന്റെ പേര് ജീവൻ എന്നാണ്. ബേസിക്കലി ഞാൻ സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ എപ്പോഴും കൺസേൺഡ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ എന്റെ ക്യാരക്ടർ എത്രയോ വലുതോ ചെറുതോ പരിപാടി എന്തോ ആയിക്കോട്ടെ, എവിടെയെങ്കിലും ഒരു പോയിന്റിൽ എന്റെ ക്യാരക്ടർ പെർഫോമൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ആർക്ക് ഉണ്ടാവണം. വെറുതെ വന്ന് നമ്മൾ നിന്ന് ഒരു ക്യാരക്ടർ ചെയ്ത് ഫുൾ സിനിമയിൽ നിൽക്കുന്നതിനേക്കാൾ ഭേദം ഒരു 2 മിനിറ്റ് ആണെങ്കിൽ പോലും ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയിൽ നമ്മൾ ചെയ്യുന്ന സാധനത്തിന് എന്തെങ്കിലും ഒരു നമ്മുടെ പെർഫോമൻസിൽ ഒരു പീക്ക് ഉണ്ടാവും. അങ്ങനെ കൺസേൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ കഥ എന്നിലോട്ട് വരുമ്പോഴും ഈ കഥയിലെ പല ഇമോഷൻസിലൂടെയും കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ് ജീവന്റെ. അതിൽ ഈ പറയുന്ന പോലെ റൊമാൻസ് ഉണ്ട്, ഡ്രാമ ഉണ്ട്, ത്രില്ലർ ഉണ്ട്, അഡ്വഞ്ചർ ആണ്. ഇതിലെല്ലാത്തിലും നമുക്ക് ഒരു ഹൈ കിട്ടുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അപ്പൊ അതായിരുന്നു എന്നെ അട്രാക്ട് ചെയ്തതും. പിന്നെ ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് പക്ഷെ സ്ക്രിപ്റ്റ് മനസ്സിലായി. അല്ല, സ്ക്രിപ്റ്റ് മനസ്സിലായി. അപ്പം എനിക്ക് പരിപാടി ഓക്കെ, ഇതൊരു പുതിയ പരിപാടി ആയിരിക്കും ഞാൻ ചെയ്തു കഴിഞ്ഞാൽ. പിന്നെ ഓഫ് കോഴ്സ് ബിപിൻ ചേട്ടൻ നല്ലൊരു ഡയറക്ടർ ഫസ്റ്റ് പടത്തിൽ തന്നെ പ്രൂവ് ചെയ്ത ഒരാളാണ്. പിന്നെ ആൽബി ചേട്ടൻ ക്യാമറ ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം കൂടി വന്നപ്പോ ഓക്കെ, നരയൻ ചേട്ടനുണ്ട്, ബാബു ചേട്ടനുണ്ട്, പിന്നെ എന്റെ കൂടെ ഇരിക്കുന്നവരെല്ലാവരും ഉണ്ട്. ഓക്കെ, പുതിയൊരു പരിപാടി പിടിക്കാം, ഇതിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ ഉള്ളൊരു തോട്ട് എനിക്ക് വന്നിട്ടാണ് ഞാൻ ഈ പടത്തിലേക്ക് കമ്മിറ്റ് ചെയ്യുന്നത്.